ശശി തരൂരിനെ CPIMലേക്ക് എത്തിക്കാൻ ചർച്ച നടത്തിയെന്ന വാർത്തകൾ തള്ളുകയാണ് വ്യവസായി MA യൂസഫ് അലി. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വിദേശ യാത്രക്കിടെയാണ് റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്നും MA യൂസഫ് അലി പറഞ്ഞു. ഞാൻ ഫ്ലൈറ്റിൽ ഡാവോസിൽ നിന്ന് സൂറിച്ചിൽ വന്നു. ഒരു ദിവസം അവിടുത്തെ ഫുൾ മീറ്റിംഗ് കഴിഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ ഫ്ലൈറ്റ് വന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞ യൂസഫ് അലി എന്നാണ് ശശി തരൂർ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം. അദ്ദേഹം ഇതിനെ കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനാവശ്യമായ ഗോസിപ്പുകൾ ഇവിടെ ഈ ഗൾഫിലുള്ള പത്രക്കാർ ചെയ്യരുത്. നാട്ടിൽ നിന്നായാലും ശരി, അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ്റെ ധർമ്മം അതിൻ്റെ സത്യം അന്വേഷിക്കലാണ്. ആ സത്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അവരത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. താങ്ക് യു. രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, തരൂരിനെ ഇടതുപാളയത്തിൽ എത്തിക്കാൻ നീക്കങ്ങൾ നടക്കുന്നു, അതിന്റെ ഭാഗമായി ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ പിന്നീട് CPM തന്നെ അങ്ങനെ ഒരു വാർത്തകളെ തള്ളി പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ MV ഗോവിന്ദന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു. ഇപ്പോൾ MA യൂസഫ് അലി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്താണ് രഞ്ജിത്ത്? ശശി തരൂരിനെ CPIMൽ എത്തിക്കാൻ MA യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി MA യൂസഫ് അലി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി പുറത്തു വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതം എന്നാണ് MA യൂസഫ് അലി പറയുന്നത്. ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ താൻ വിമാനയാത്രയിലായിരുന്നു. സാധാരണ ശശി തരൂർ UAE വരുമ്പോൾ കാണാറുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോഴും കണ്ടിരുന്നു. എന്നാൽ ഇത്തവണ ശശി തരൂരിനെ കാണുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയോ നടത്തിയിട്ടില്ല എന്നാണ് MA യൂസഫ് അലി വ്യക്തമാക്കുന്നത്. ഇത്തരം വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് കൂടി പറയുകയാണ് MA യൂസഫ് അലി. അതേസമയം ശശി തരൂർ ഇപ്പോഴും UAE തുടരുകയാണ്. അദ്ദേഹം 2 ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത്. MISന്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സർക്കാരിന്റെ അതിഥിയായാണ് ശശി തരൂർ എത്തിയത്. അതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ന് UAE സമയം 3:10 അദ്ദേഹം എമിറേറ്റ്സ് വിമാനത്തിൽ ദില്ലിയിലേക്ക് പോകും. വൈകുന്നേരം 7:55 അദ്ദേഹം ദില്ലിയിൽ എത്തിച്ചേരും. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനെതിരെ ശശി തരൂർ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഒരു വിദേശ രാജ്യത്ത് വെച്ച് രാഷ്ട്രീയ പ്രതികരണം നടത്തുന്നത് ശരിയല്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം, ഒരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ദില്ലിയിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തരൂർ